അതായത് ഈ വന്ദേ ഭാരത് ട്രെയിൻ എല്ലാ സംസ്ഥാനങ്ങളിലും പരമാവധി കൊടുക്കുന്നത് എന്താണ്? 2047 നമ്മുടെ രാജ്യം വികസിത രാജ്യമായി മാറണം, ലോകത്തിലെ ഏറ്റവും വികസന സൗകര്യങ്ങളുള്ള ഒരു രാഷ്ട്രമായി മാറണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് സംസ്ഥാനവും ഭരിച്ചോട്ടെ, പക്ഷേ ഇന്ത്യ മുഴുവനും മുന്നോട്ട് പോകണം. അത് തന്നെയാണ് എനിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുമായിട്ട് കണക്ട് ചെയ്തും പറയാനുള്ളത്. കേരളത്തിൽ നമ്മുടെ രാജ്യത്താകമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ നാട് മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ട സ്ഥാപനമാണ്. ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണ സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ട, അതിനിടയ്ക്ക് വരുന്ന നമ്മൾ വീട് വയ്ക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ കട നടത്തുന്നു, ഇതിൻ്റെയൊക്കെ പ്ലാൻ സാങ്ഷൻ ചെയ്യണം, ഇതിനൊക്കെ തന്നെ കരമടയ്ക്കണം, നമ്മുടെ വീടുകളിലെ മാലിന്യം വൃത്തിയാക്കണം, തെരുവുനായ പിടിക്കണം, ഇതൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ കൃത്യമായ ദിശാബോധമുള്ള നേതൃത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് ഗ്രാമങ്ങളും നഗരങ്ങളും പട്ടണങ്ങളും മെച്ചപ്പെടുന്നത്. അതിലൂടെയാണ് ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയവുമായി കണക്ട് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. ഇന്ത്യ വികസിത രാഷ്ട്രമാണെങ്കിൽ കേരളത്തിലെ ഗ്രാമങ്ങൾ മെച്ചപ്പെടണം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് വളരെ വേഗത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു തരംഗം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണ സംവിധാനം വന്നാൽ മാത്രമേ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത ഒരു വശത്തും, 45 വർഷമായി അഴിമതി മാത്രം, ഏതൊരു പദ്ധതി നടപ്പിലാക്കിയാലും അതിൽ നിന്ന് പണം കട്ടെടുക്കാമെന്നുള്ള ചിന്ത വച്ചുകൊണ്ട് ഭരണം നടത്തുന്ന 45 വർഷം കൊണ്ട് മാലിന്യ പ്രശ്നം പോലും പരിഹരിക്കാൻ സാധിക്കാത്ത ജനങ്ങളുടെ വീടുകളിലേക്ക്, സ്വീകരണ മുറികളിലേക്കും അടുക്കളകളിലേക്കും മഴ പെയ്യുമ്പോഴേക്കും ആശുപത്രി മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്ന കോർപ്പറേഷൻ, ഡ്രെയിനേജ് വേസ്റ്റ് പൊട്ടിയൊലിക്കുന്ന നഗര റോഡുകൾ, തെരുവു നായ്ക്കൾ ജനങ്ങളെ ഓടിച്ചിട്ട് കടിക്കുകയാണ്. ഒരു പക്വതയില്ലാതെ മേയറും ഭരണകൂടവും. ഇതിനെയൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് മാറ്റിമറിക്കണം എന്നുള്ളൊരു ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ട്.